ബി.ജെ.പിയിലേക്കെന്ന വാർത്ത സ്ഥിരീകരിച്ച കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസിലെ അവഗണന കാരണമാണ് പാർട്ടി വിട്ടതെന്നും പത്മജ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അല്പസമയത്തിനകം പത്മജ ഔദ്യോഗികമായി ബി.ജെ.പി അംഗത്വം സ്വീകരിക്കും. ബി.ജെ.പിക്ക് കാൽ കാശിന്റെ ഗുണം കിട്ടില്ല എന്നായിരുന്നു സഹോദരൻ കെ മുരളീധരന്റെ പ്രതികരണം. കോൺഗ്രസ് വിട്ട പത്മജ വേണുഗോപാൽ അല്പസമയത്തിനകം ബി.ജെ.പി അംഗത്വം സ്വീകരിക്കും എന്ന് ഞാൻ പറഞ്ഞല്ലോ. പ്രകാശ് ജാവദേക്കറോടൊപ്പം പത്മജ ഡൽഹിയിലെ ബി.ജെ.പി ആസ്ഥാനത്തേക്ക് തിരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അനൂപ് ദാസ് ചേരുന്നു. അനൂപ്, വളരെ നിർണായകമായ കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഒരു സന്ദർഭമാണ് ഇതെന്ന് തോന്നുന്നു. അല്പസമയത്തിനകം തന്നെ പത്മജ വേണുഗോപാൽ ബി.ജെ.പി അംഗത്വം സ്വീകരിക്കുകയാണ്. അവിടെ എത്തിയോ? അംഗത്വം സ്വീകരിക്കാനുള്ള സമയമായോ? 6:30 പത്മജ വേണുഗോപാൽ ബി.ജെ.പി അംഗത്വം സ്വീകരിക്കുക. ഇവിടെ ബി.ജെ.പി ദേശീയ ആസ്ഥാനത്തേക്ക് അവർ പ്രകാശ് ജാവദേക്കറിനോട് ചർച്ച നടത്തിയ ശേഷം അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഗേറ്റ് കടന്ന് അല്പസമയത്തിനകം പത്മജ ബി.ജെ.പി ദേശീയ ആസ്ഥാനത്തേക്ക് എത്തും. 6:30 ഒരു പ്രധാനപ്പെട്ട വ്യക്തി ബി.ജെ.പി അംഗത്വം സ്വീകരിക്കുന്നു എന്ന ഒരു മെസ്സേജ് അല്പസമയം മുൻപാണ്, അരമണിക്കൂർ മുൻപാണ് ബി.ജെ.പി ദേശീയ ആസ്ഥാനത്ത് നിന്ന് ലഭിച്ചത്. എന്തായാലും പത്മജ വേണുഗോപാൽ 6:30 അംഗത്വം സ്വീകരിച്ച ശേഷം മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ച് ഇന്നും നേതാക്കളുമായി ചില കൂടിയാലോചനകൾ നടത്തിയ ശേഷം ഇവിടെ തന്നെ ഡൽഹിയിൽ തന്നെ ഇന്ന് രാത്രി പത്മജ തുടരും. നാളെ രാവിലെ കേരളത്തിലേക്ക് തിരിക്കുകയുള്ളൂ. ലോക്സഭാ സീറ്റ്, അതിനുശേഷം ഒരുപക്ഷെ തൃശ്ശൂരിൽ മത്സരിക്കാനുള്ള അവസരം, അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട മറ്റേതെങ്കിലും സർക്കാരിന്റെ പോസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചർച്ചയായിട്ടുണ്ട്. എന്തു തന്നെ ആയാലും കേരളത്തിലെ കോൺഗ്രസിന് വലിയ നഷ്ടം സംഭവിക്കാൻ പോകുന്നു. മാത്രവുമല്ല, പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് പോകുമ്പോൾ അത് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് വലിയ വൈകാരികമായ പ്രശ്നം കൂടിയാണ്. ലീഡർ കെ കരുണാകരന്റെ മകൾ ബി.ജെ.പിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇത് ഒരു തുടക്കം മാത്രമാണ് എന്ന കെ സുരേന്ദ്രന്റെ വാക്കുകളും കോൺഗ്രസിനെ അസ്വസ്ഥമാക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്ന് ഡൽഹിയിലുണ്ട്. കെ സുധാകരനും വി ഡി സതീശനും ഒപ്പം തന്നെ കെ സി വേണുഗോപാലും എല്ലാം ഇവിടെയുണ്ട്. തിരഞ്ഞെടുപ്പ് ചർച്ചകൾക്കായി അവർ ഡൽഹിയിൽ എത്തിയതാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ അവർ ഡൽഹിയിൽ ഉള്ളപ്പോൾ തന്നെയാണ് പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിൽ ചേരുന്നത്. 6:30 ഇവിടെ വെച്ച് ബി.ജെ.പിയുടെ ദേശീയ ആസ്ഥാനത്ത്. അനുവെ, പടലപ്പിണക്കങ്ങളും രാഷ്ട്രീയ ചേരിപ്പോരുകളും ഗ്രൂപ്പ് വഴക്കും അങ്ങനെ നിരന്തരമായ പ്രശ്നങ്ങളിൽ ഇപ്പോഴിതാ പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്നും ബി.ജെ.പിയിലേക്ക് പോകുന്നു. ഈ രാഷ്ട്രീയത്തെ അത് വളരെ കാര്യമായി തന്നെ കോൺഗ്രസ്സുകാരെ ബാധിക്കും അല്ലേ? ഉറപ്പായും കോൺഗ്രസിനെ ബാധിക്കും. അതിലെ പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ അനിൽ ആന്റണിയുടെ മകനൊക്കെ ബി.ജെ.പിയിലേക്ക് പോയപ്പോൾ അത് അത്ര കാര്യമായി കോൺഗ്രസിനെ തട്ടിയിരുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട കാര്യം, അനിൽ ആന്റണിയെ ഗൗരവപ്പെട്ട ഒരു നേതാവായി കേരളത്തിലെ കോൺഗ്രസ്സുകാർ പരിഗണിച്ചിരുന്നില്ല. കേരളത്തിലെ ജനങ്ങൾക്കിടയിലും വലിയൊരു സ്വാധീനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല, പത്മജ വേണുഗോപാലാണെന്ന് തോന്നുന്നു, ഒരു കാർ അകത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും അനിൽ ആന്റണി പോയപ്പോൾ വലിയൊരു നഷ്ടമാണ് എങ്കിൽ കൂടി കാര്യമായ ഒരു ചലനമൊന്നും പ്രവർത്തകർക്കിടയിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇതങ്ങനെയല്ല. കെ കരുണാകരൻ എന്ന് പറയുന്നത് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. കോൺഗ്രസിന് വെറും 9 MLA മാത്രം ഉണ്ടായിരുന്ന സഭയിൽ, ആ സഭയിൽ കോൺഗ്രസിനെ നയിച്ച് പിന്നീട് വളർത്തിക്കൊണ്ടുവന്ന് 4 തവണ മുഖ്യമന്ത്രിയായി, UDF രൂപീകരണം, UDFന്റെ ഐക്യം. ശരി, ഏതായാലും ഇനിയും സമയമുണ്ടെന്ന് തോന്നുന്നു.